ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന കഴിവുകൾ എന്താണ് എന്നുള്ളൊരു കണ്ടെത്തലാണ്. ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാത്ത ഒത്തിരി കഴിവുകൾ നിങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടോ എന്ന് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ ഇവിടെ നോക്കാനായിട്ട് പോവുകയാണ്. ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാർഡുകളെല്ലാം ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ കാർഡുകളാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് നോക്കാം. സണ്ണ്, 3 ഓഫ് പെന്റക്കിൾസ്, വേൾഡ്, 5 ഓഫ് കപ്സ്, 8 ഓഫ് കപ്സ്, പേജ് ഓഫ് സോർഡ്സ്. നമുക്കിവിടെ ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. ആദ്യം നമുക്കിവിടെ ഒരു 3 ഓഫ് പെന്റക്കിൾസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. 3 ഓഫ് പെന്റക്കിൾസ് സണ്ണുമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്കുള്ളിലെ പ്രധാനപ്പെട്ട കഴിവുകളാണ്. അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനുള്ള കഴിവുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകാത്ത ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അതുകൂടാതെ തന്നെ മറ്റുള്ളവരെ നയിക്കുവാനും മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് ആകാനും നിങ്ങൾക്ക് കഴിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൂടാതെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് സണ്ണാണ് കിട്ടിയിരിക്കുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം പകരുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു വെളിച്ചം നിങ്ങളുടെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അതായത് ഒരു ഇരുണ്ട അവസ്ഥയിലൊക്കെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ആ ഒരു ഇരുണ്ട അവസ്ഥയിൽ നിന്നും പുറത്തോട്ട് വന്ന് മറ്റുള്ളവർക്ക് വെളിച്ചമായിട്ട് മാറുക എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കേണ്ട, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പ്രകാശം പകർന്നു കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്കിവിടെ ആത്മീയമായിട്ടൊക്കെ ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ മറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് കഴിവുകൾ മറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയായ രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അവർക്ക് കൂടി അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളൊരു സന്ദേശമാണ് നമുക്കിവിടെ കിട്ടുന്നത്. കൂടാതെ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടി കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഒരു അധ്യാപകനോ അധ്യാപികയോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു അറിവ് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കാതെ ഒരുപക്ഷെ നിങ്ങൾ ഒരു താല്പര്യമില്ലാതെ പിന്നിലോട്ട് വലിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നെ കൊണ്ട് ഇതൊന്നും കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എനിക്ക് നേരായ രീതിയിൽ അവർക്കൊരു നേർവഴി കാണിക്കുവാനായിട്ട് എനിക്ക് കഴിയില്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നവരായിരിക്കാം. പക്ഷെ അത്തരത്തിലുള്ള ഒരു ചിന്തയൊന്നും വേണ്ട. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ നിർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ, എന്നെ കൊണ്ട് കഴിയില്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു ജോലി ആണെങ്കിൽ പോലും നിങ്ങൾ നിർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഒരു വേൾഡ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ അടുത്ത സമയത്തായിട്ട് നടന്നിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളിലൂടെ നിങ്ങൾ പല കാര്യങ്ങളും ഇവിടെ പഠിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ചില കാര്യങ്ങളായിരുന്നു. കാരണം ഇതൊക്കെ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അതായത് ഒരുപാട് അനുഭവങ്ങൾ ഉള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുകയും അത് കൂടാതെ തന്നെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾക്കത് നേരിടുവാനായിട്ടുള്ള ഒരു കഴിവ് ലഭിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു അടുത്ത സമയത്തായിട്ട് നടന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം അതായത് ഒരു ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആയിട്ട് അടുത്ത ഒരു ഘട്ടത്തിലോട്ട് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാർമിക് സൈക്കിളൊക്കെ ക്ലോസ് ആയ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഈ ഒരു 8 ഓഫ് കപ്സും 5 ഓഫ് കപ്സും പറഞ്ഞു തരുന്നത്. അതായത് നഷ്ടങ്ങൾ, നിരാശകൾ, വേദനകൾ, ഇതിലൂടെ ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെ പോയൊരു വ്യക്തിയാണ് നിങ്ങൾ. അതിലൂടെ നിങ്ങൾ പല കാര്യങ്ങളും ഇവിടെ പഠിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് എത്രയൊക്കെ വേദനകൾ വന്നാലും എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുകയും ഒപ്പം തന്നെ നിങ്ങൾ അതിൽ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഒക്കെ കൈവരിച്ച ഒരു വ്യക്തിയാണെന്ന് കാണിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും നിങ്ങളെ ഒരു സാഹചര്യങ്ങൾക്ക് തളർത്തി കളയുവാൻ കഴിയില്ല എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെ നിങ്ങൾ ഒരുപാട് ജീവിത പാഠങ്ങൾ ഇവിടെ പഠിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു, അതിലൂടെ നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പാണ് കാണിക്കുന്നത്. നമുക്ക് വേൾഡ് കിട്ടിയത് കൊണ്ട് തന്നെ ഈ ഒരു നഷ്ടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പതുക്കെ കരകയറി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഉള്ള ആ ഒരു വിഷമങ്ങളിൽ നിന്ന് നിങ്ങൾ പതിയെ പതിയെ ഹീലായി വരുന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്.
അതിലൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് ഇവിടെ ഉണ്ടാകുന്നതായിട്ടും കാണിക്കുന്നത്. അത് കൂടാതെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടി കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ വെറുതെ ഇരിക്കേണ്ട ഒരു വ്യക്തിയല്ല. നിങ്ങൾക്കുള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്. ആ ഒരു കഴിവുകൾ നേരായ രീതിയിൽ അത് ഉപയോഗിക്കുക. അതായത് അതിനായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ഒരു കഴിവുകളായിട്ട് നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ മറ്റുള്ളവരിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ആത്മീയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണമെന്ന് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ജോബ് സംബന്ധമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇവിടെ നിർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു മെസ്സേജ് കൂടി കിട്ടുന്നുണ്ട്. പല വ്യക്തികളും പകുതി വെച്ച് ചില കാര്യങ്ങളൊക്കെ ഇവിടെ മുടക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചെയ്യുന്ന ഒരു കാര്യം തെറ്റായ ഒരു കാര്യമാണ്. നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ യൂണിവേഴ്സ് ഇവിടെ നൽകുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഇനി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പ്രകാശമാകേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇരുന്നാൽ പോരാ എന്നുള്ളൊരു മെസ്സേജാണ് കാണിക്കുന്നത്. അപ്പോൾ മുന്നോട്ട് പോവുക. ഒരുപാട് കഴിവുകൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ കഴിവുകളില്ലാത്ത ഒരു വ്യക്തിയല്ല. അത് കൂടാതെ തന്നെ ജീവിതം ഒരു പുതിയ ഒരു അധ്യായത്തിലോട്ട് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന വേദനകളിൽ നിന്നും ഒരു സമാധാനമില്ലാത്ത അവസ്ഥയിൽ നിന്നൊക്കെ മാറി പുതിയൊരു ഒരു അധ്യായത്തിലോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കഴിവുകളുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുക. അത് വേണ്ടുന്ന രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.